ഇന്നത്തെ ഇപ്പൊ വീഡിയോയില് നമുക്ക് ഗരുഡ ട്രക്സിന്റെ കൊടകര, അതായത് ചാലക്കുടി കൊടകരയിലുള്ള ഷോറൂമിന്റെ കുറെ പുതിയ വണ്ടികൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ വണ്ടികൾ കംപ്ലീറ്റ് നമുക്ക് ഓരോ വണ്ടികളായിട്ട് എല്ലാ വണ്ടികളിലും എക്സ്പ്ലനേഷൻ തരാൻ പറ്റില്ല. ഓരോ വണ്ടികളിലും ഞാൻ വീഡിയോസ് കാണിച്ചു തരാം. പിന്നെ കാര്യങ്ങൾ അറിയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ വിളിച്ചാൽ മതി. അപ്പൊ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കണ്ടെയ്നർ വണ്ടികൾ, പ്ലാറ്റ്ഫോം വണ്ടികൾ, അതുമാതിരി എല്ലാ വണ്ടികളും നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ സ്റ്റോക്കുകൾ കണ്ടമാനം വണ്ടികൾ വന്നിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് നിന്ന് വന്ന് കിടക്കുന്ന വണ്ടി അൾട്രാ T60 20 ഫീറ്റ് 12 ടണ്ണ് പാസിങ്ങുള്ള 2021 മോഡൽ വണ്ടികൾ. പിന്നെ ടാറ്റയുടെ തന്നെ 19, 16, 18, 16 ഇതൊക്കെ 2024 വണ്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ ഐഷറിൻ്റെ വണ്ടികൾ, ഇത് ഇൻസുലേറ്റഡ് വണ്ടികൾ, പിന്നെ മറ്റേത് 4 വീല് വണ്ടികൾ, പിന്നെ 16 വീല്, 14 വീല്, ലൈലൻഡ് 2008 മോഡലുണ്ട്, 2016 മോഡലുണ്ട്, 2020 മോഡലുണ്ട്. പിന്നെ ഈ ദോസ്ത് നമ്മുടെ വണ്ടിയല്ല കേട്ടോ, അത് വേറൊരു പാർട്ടിയുടെ വണ്ടി ഇവിടെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടതാണ്. നമ്മളങ്ങനെ വണ്ടികൾ പുറമെ ഒരാളെ കൊടുക്കില്ല, ഇത് നമ്മുടെ നിന്ന് മസ്ത് എടുത്ത ഒരാളുടെ വണ്ടി, അപ്പോൾ അതൊരു ഡീലർക്ക് കൊടുക്കാൻ പറഞ്ഞ ഇവിടെ ഇട്ടതാണ്. പിന്നെ അത് 24 അടി T16, ഇത് ഐഷർ 30-19 4 രജിസ്ട്രേഷൻ വണ്ടി, അതായത് 32 അടി നീട്ടുള്ള 4 രജിസ്ട്രേഷൻ വണ്ടി. ഈ മാസത്തിന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ടി എടുത്തേക്കണേ, അപ്പോൾ അവരൊരു വണ്ടി ഉണ്ടായിരുന്നു, അത് കൊടുക്കാൻ പറഞ്ഞിട്ടതാണ്. പിന്നെ ഇത് 12 വീല് 2022 മോഡൽ 12 വീല് ലൈലൻഡ്. പിന്നെ വണ്ടികൾ ഇഷ്ടംമാതിരി, അതായത് നമ്മുടെ കയ്യിൽ കണ്ടമാനം വണ്ടികളും സാധനങ്ങളും പുതിയത് വന്നിട്ടുണ്ട്. അത് 12 വീല്, 14 വീല്, 16 വീല്, പിന്നെ 10 ടണ്ണ്, 12 ടണ്ണ്, പിന്നെ 8 ടണ്ണ്, പിന്നെ കണ്ടെയ്നർ വണ്ടികൾ, എല്ലാ ഐറ്റവും പുതിയത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കയറിയിട്ട് ഏകദേശം നമ്മുടെ കയ്യിലൊരു 50 വണ്ടിയുടെ അടുത്തേക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് നിലവിൽ, കൊമേഴ്ഷ്യൽ വണ്ടികൾ മാത്രമായിട്ട്. പിന്നെ ഏത് വണ്ടി നമ്മുടെ നിന്ന് എടുക്കുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് ഫൈനാൻസോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാൻ പറ്റും. ട്രാക്കുള്ള പാർട്ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ചെയ്തു തരാൻ പറ്റും. നമ്മുടെ ഭാഗത്തു നിന്ന് എടുക്കുന്ന വണ്ടികൾക്ക് ഏത് വണ്ടി ആയിക്കോട്ടെ, നമ്മൾ എൻജിനായാലും ഗിയർ ബോക്സ് ആയാലും അതിന് ഫുള്ള് നമ്മൾ 2 മാസത്തേക്ക് നമ്മുടെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു വണ്ടിയും ഒരാൾ പോലും നശിച്ചു പോകരുത്. അത് കാരണം കൊണ്ട്, അല്ലാണ്ട് വണ്ടിയുടെ ഗ്യാരണ്ടി നോക്കിയിട്ടല്ല നമ്മൾ ഗ്യാരണ്ടി പറയണം. ഏത് വണ്ടി ആയിക്കോട്ടെ നമ്മുടെ നിന്ന് എടുത്തുകൊണ്ട് പോയി 2 മാസത്തിനുള്ളിൽ എടുത്തുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ദോഷം വന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വണ്ടികൾ കംപ്ലീറ്റ് നമ്മൾ 2 മാസത്തിലുള്ള, അതായത് മറ്റേ ലൈനർ പോയി അല്ലെങ്കിൽ ടയർ പോയി മറ്റത് പോയി എന്നല്ല കേട്ടോ നമ്മൾ പറയണം. ആ വണ്ടിക്ക് എൻജിനോ അല്ലെങ്കിൽ ഗിയർ ബോക്സിനോ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് നമ്മൾ പണത് കൊടുക്കാനുള്ള എല്ലാ പരിഹാരങ്ങളും നമ്മൾ ചെയ്തു തരും. ഇത് വണ്ടി 16 വീല് വണ്ടിയാണ്, 2023 മോഡൽ 24 രജിസ്ട്രേഷനുള്ള 16 വീല് വണ്ടിയായത് നമ്മൾ തിരുവനന്തപുരം പാർട്ടിക്ക് കൊടുത്തു നമ്മൾ. അപ്പോൾ അവർ വണ്ടി കൊണ്ടുപോകാനായിട്ട് 2-3 ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞത്. ബാക്കി ഫൈനാൻസും കാര്യങ്ങളും കംപ്ലീറ്റ് സെറ്റിൽമെൻ്റ് ആയി, ഇനി ബാക്കി അവരുടെ പേയ്മെൻറ്റും കൂടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കൊടുക്കും. പിന്നെ ഇത് ഐഷറിൻ്റെ 30-14 എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ്, അതായത് ഐഷർ 30-14, ഐഷർ 30-15 അങ്ങനെ കണ്ടമാനം വണ്ടി വന്നിട്ടുണ്ട്. ഇത് കണ്ടെയ്നർ 24 അടി ഐഷറിൻ്റെ 2095 എന്ന് പറഞ്ഞ കണ്ടെയ്നറാണ്. അപ്പോൾ എല്ലാവരും വണ്ടികൾ എടുക്കണോണ്ടോ കാര്യങ്ങളുകൊണ്ടൊന്നും തെറ്റില്ല. എല്ലാവരും വണ്ടികൾ നന്നായി ശ്രദ്ധിക്കുക, നന്നായി നോക്കി കണ്ടും വണ്ടികൾ മേടിക്കുക. ഈ വണ്ടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു വണ്ടി പുതിയതെടുക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സ്വപ്നങ്ങളും ഓരോ ആഗ്രഹങ്ങളും, അതിലുപരി ജീവൻ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓരോ വഴികളുണ്ട്. അപ്പൊ നമ്മൾ ഓരോ വണ്ടികൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അതേമാതിരി തന്നെ ഓരോ വണ്ടികൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ വണ്ടികളുടെ ഫിനാൻസ് കാര്യങ്ങൾ കംപ്ലീറ്റ് എങ്ങനെ അടച്ചു പോകാൻ പറ്റും, നമുക്ക് വീഴ്ച വീഴാണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, ഇതൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചിന്തിച്ചിട്ട് വേണം ഓരോ വണ്ടികൾ എടുക്കുമ്പോൾ. കാരണം വണ്ടികൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു അബദ്ധം പറ്റി കഴിഞ്ഞ് വണ്ടി നമ്മൾ വിൽക്കുക അല്ലെങ്കിൽ ഫിനാൻസിൽ സറണ്ടർ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ആഗ്രഹവും അഭിലാഷവും മാത്രമല്ല നമ്മൾ നശിച്ചു പോകുന്നത്, നമ്മുടെ ജീവിതവും കൂടി നമ്മൾ നശിച്ചു പോകും. കാരണം ബാധ്യതകൾ നമുക്ക് വരും. അപ്പൊ അത് കാരണം കൊണ്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കുക. എല്ലാവരും വണ്ടികളിൽ എന്ത് സംശയം കഴിഞ്ഞാൽ എന്നെ വിളിക്കുക. വണ്ടികൾ ആവശ്യമുള്ളവർ വരിക. മാക്സിമം ഫൈനാൻസും കാര്യങ്ങളും ഞാൻ ചെയ്തുതരും. നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ ഹെൽപ്പും ചെയ്തുതരും. ഗരുഡ ട്രക്സ്, ചാലക്കുടി.